ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്ലം കേക്ക് റെസിപ്പി ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തോ? കുറച്ച് പേരൊക്കെ മെസ്സഞ്ചറിൽ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഞാനത് ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ പറയുന്നതിൽ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ വട്ടം പ്ലം കേക്കിനകത്തിൽ 1 കപ്പ് മൈദ എന്നുള്ളത് ഞാൻ മൈദ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് കണ്ടുപിടിച്ചെന്ന സാറയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഇന്ന് നമ്മൾ ചിക്കൻ തന്തൂരിയാണ് ചെയ്യാൻ പോകുന്നത്. അത് ഓവനിലും സ്റ്റൗ ടോപ്പിലും നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. സൂപ്പർ റെസിപ്പിയാണ്. ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ മണം അടിച്ചാൽ തന്നെ നമ്മുടെ കൺട്രോൾ പോകും. ടേസ്റ്റ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണണം. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാനിവിടെ ഒരു ഹാഫ് ചിക്കനാണ് എടുക്കുന്നത്. പക്ഷേ അൽഫാം ചെയ്ത പോലെയല്ല. തൽക്കാലം ഞാനിതിനെ പീസാക്കി എടുക്കുകയാണ്. ഈ ഭാഗം വേണ്ട എങ്കിൽ കളയാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് നല്ലവണ്ണം തിരുമ്മി യോജിപ്പിക്കാം. പീസാക്കിയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് അടച്ചു വെക്കണം. ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ തന്തൂരിക്ക് നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് തൈര്, ഇത്രയും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ മസാല. നമ്മുടെ ചിക്കൻ പീസുകൾ ഈ മസാലയിലേക്കിട്ട് നല്ലവണ്ണം മസാല തേച്ച് വയ്ക്കണം. ഇനി ഒരു 2 മണിക്കൂർ നമുക്കിത് അടച്ചു വെക്കണം. ഒരു രാത്രി നിങ്ങൾക്കിത് അടച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിനി അൽഫാം ചെയ്ത പോലെ തന്നെ ഓവനിൽ വെക്കാനായിട്ട് ഞാൻ ട്രേയും വയറാക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പീസുകൾ നമുക്ക് ഇതേപോലെ നിരത്തി കൊടുക്കാം. 2 പീസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് 230 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ലേശം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. ഇനി ഈ ചിക്കൻ പീസ് ഞാനൊന്ന് മറിച്ചിടുകയാണ്. മുപ്പത് മിനിറ്റ് കഴിഞ്ഞു. ഓവനിൽ വെച്ച ചിക്കൻ പീസുകളും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ട്രേ ഒരു 15 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ടോപ്പിലെ ചിക്കന് തന്തൂരി എഫക്റ്റ് കൊടുക്കാം. അതിനായിട്ട് ഒരു ചെറിയ പാത്രം ഞാൻ ഫ്രൈ പാനിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഞാൻ അടുപ്പിൽ നിന്ന് 2 കരിക്കട്ട എടുത്ത് വെച്ചിരുന്നു. അതൊന്ന് സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഞാനിന്ന് ഇടുവാണ്. അതിലേക്ക് അല്പം ബട്ടർ മുകളിൽ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ബട്ടർ ഇടണമെന്ന് നിർബന്ധമില്ല. ഇനി പെട്ടെന്ന് തന്നെ ലിഡ് വെച്ച് അടച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുകയെല്ലാം പോകും. അകത്തി പുക എന്ന് പറയുന്നത് കണ്ടോ, പുകയൊക്കെ പോയി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ തന്തൂരി ചിക്കൻ പ്ലേറ്റിലേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് കറക്റ്റ്
ആയിട്ടുള്ള ആ തന്തൂരി ചിക്കൻ്റെ ആ ഒരു മണവും ടേസ്റ്റും എല്ലാം കിട്ടും. അത്യാവശ്യം പാകമാകുമ്പോൾ മുതലേ നല്ല അടിപൊളി മണം വന്നു തുടങ്ങും. നമ്മൾ ഓവനിൽ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ തന്തൂരി ഇവിടെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്